നമ്മുടെ കേരളത്തിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് എങ്ങനെ പോകാന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് നോക്കിയാലോ. മേട്ടുപ്പാളയത്തേക്ക് ഡെയിലി സർവീസ് നടത്തുന്ന ഒരു വണ്ടിയുണ്ട്, നീലഗിരി സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. MGR ചെന്നൈ സെൻറ്ററിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് ഡെയിലി സർവീസ് നടത്തുന്ന ഒരു ഓവർനൈറ്റ് വണ്ടിയാണിത്. ഇതും നമ്മുടെ ഊട്ടിയിലെ ടോയ് ട്രെയിനും തമ്മിൽ കണക്റ്റഡ് ആണ് കേട്ടോ. ഈ വണ്ടി നമ്മുടെ മേട്ടുപ്പാളയം എത്തിയിട്ടാണ് ഊട്ടി ടോയ് ട്രെയിൻ മേട്ടുപ്പാളയത്തു നിന്ന് ഡിപ്പാർട്ട് ആവുന്നത്. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് ഈ ഒരു വണ്ടിയും നമ്മുടെ ഊട്ടി ടോയ് ട്രെയിനും തമ്മിൽ. 6:20 മേട്ടുപ്പാളയം കയറേണ്ട നമ്മുടെ നീലഗിരി സൂപ്പർ ഫാസ്റ്റ് 6 മണിയായപ്പോഴേ ഇവിടെ എത്തിയിട്ടോ. ഇനി അപ്പോൾ നേരെ നമുക്ക് നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ നമ്മുടെ ടോയ് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് പോവാം. ഈ കാണുന്നതാണ് നമ്മുടെ നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ അല്ലെങ്കിൽ നമ്മുടെ ടോയ് ട്രെയിനിൻ്റെ എൻജിൻ കേട്ടോ. ആവിയന്ത്രം അല്ലെങ്കിൽ ആവി എൻജിൻ, സ്റ്റീം എൻജിൻ എന്നൊക്കെ പറയാം. 2005 യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ നീലഗിരി മൗണ്ടൻ റെയിൽവേ സതേൺ റെയിൽവേയുടെ തന്നെ സേലം ഡിവിഷൻ്റെ കീഴിലാണ് വരുന്നത്. അവരാണ് ഈ ഒരു ടോയ് ട്രെയിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. മേട്ടുപ്പാളയം തൊട്ട് കൂനൂർ വരെ സ്റ്റീം എൻജിൻ വെച്ചിട്ടുള്ള ലോക്കോയാണ് നമ്മുടെ ഈ ഒരു ടോയ് ട്രെയിനെ വലിക്കുന്നത്. അവിടുന്ന് കൂനൂർ തൊട്ട് ഊട്ടി വരെ ഈ വണ്ടീനെ കൊണ്ടുപോകുന്നത് ഒരു ഡീസൽ ലോക്കോ ആയിരിക്കും. നമ്മുടെ ഗോൾഡൻ റോക്ക് ഷെഡിൻ്റെ ഡീസൽ ലോക്കോയാണ് കൂനൂർ തൊട്ട് ഊട്ടി വരെ ഈ വണ്ടീനെ കൊണ്ടുപോകുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 330 മീറ്റർ ഉയരത്തിലുള്ള മേട്ടുപ്പാളയത്ത് നിന്നും 2200 മീറ്റർ ഉയരത്തിലുള്ള ഊട്ടിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതുപോലെ ഈ ഒരു മേട്ടുപ്പാളയം തൊട്ട് ഊട്ടി വരെയുള്ള അതിൻ്റെ ഇടയ്ക്ക് 10 റെയിൽവേ സ്റ്റേഷനുകളാണുള്ളത്. കൂടാതെ 209 വളവുകളും 16 ടണലുകളും 250 പാലങ്ങളൊക്കെ ഈ റൂട്ടിലുണ്ട്. അതൊക്കെ താണ്ടി വേണം മേട്ടുപ്പാളയത്ത് നിന്നും ഊട്ടി വരെ എത്താൻ വേണ്ടിയിട്ട്. സ്റ്റീം എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര പുകയും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു നീരാവി ഇങ്ങനെ തെറിക്കുന്നത് ഇങ്ങനെ പുകയായിട്ട് നമുക്ക് തോന്നും. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ യാത്ര ചെയ്യേണ്ട ഒരു റൂട്ടാണ് ഈ ഒരു നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ മേട്ടുപ്പാളയം തൊട്ട് ഊട്ടി വരെയുള്ള ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം ഉപയോഗിച്ച് ഓടുന്ന ഏക ട്രെയിനും ഈ ഒരു ഊട്ടി ടോയ് ട്രെയിനാണ്. കാരണം നമ്മുടെ മേട്ടുപ്പാളയം തൊട്ട് കൂനൂർ വരെയുള്ള ആ ഒരു സ്ട്രെച്ച് എന്ന് പറയുന്നത് ഭയങ്കര മലനിരകളൊക്കെ ഉള്ള ഒരു ഭയങ്കര കയറ്റമുള്ള ഒരു സ്ട്രെച്ചാണ്. അവിടെ ഈ പൽചക്രങ്ങൾ പോലുള്ള സംവിധാനം ഉപയോഗിച്ചാണ് ഈ വണ്ടി കയറ്റങ്ങൾ കയറുന്നത്. 4 കോച്ചുകൾ വെച്ചിട്ട് ഓടുന്ന ഈ ഒരു ടോയ് ട്രെയിന് ഒരു ഫസ്റ്റ് ക്ലാസ്സും 2 നോൺ AC സെക്കൻഡ് സിറ്റിങ്ങും ഒരു ജനറൽ കോച്ചുമാണ് ഉള്ളത്. നോൺ AC സെക്കൻഡ് സിറ്റിങ്ങിന് മേട്ടുപ്പാളയം തൊട്ട് ഊട്ടി വരെ 295 രൂപയും ഫസ്റ്റ് ക്ലാസ്സിന് 600 രൂപയാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത്. ജനറൽ ടിക്കറ്റ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അവിടെ മേട്ടുപ്പാളയം അല്ലെങ്കിൽ ഊട്ടിയിൽ പോയിട്ട് ക്യൂ നിന്നിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ലിമിറ്റഡ് ആയിട്ടുള്ള ടിക്കറ്റ്സ് മാത്രമേ ജനറൽ ക്ലാസ്സിന് ഇവർ കൊടുക്കുകയുള്ളൂ. അതുപോലെ തത്കാൽ ടിക്കറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നോൺ AC സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകളിൽ മാത്രമാണ് തത്കാൽ ടിക്കറ്റ് ഇവർ കൊടുക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിന് തത്കാൽ ടിക്കറ്റ് ഇല്ല. 14 സീറ്റുകൾ മാത്രമായിരിക്കും തത്കാൽ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്.